നമ്മുടെ നാട്ടിൽ ഏറ്റവും കഠിനമായിട്ട് ജോലി ചെയ്യുകയും യാതൊരു പരാതിയും പറയാതിരിക്കുകയും ഇനി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പറയാൻ പറ്റാതിരിക്കുകയും ഇതിനൊക്കെ ശേഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് നിയമപാലകർ എന്ന് നമ്മൾ സാഹിത്യത്തിൽ പറയുന്ന പോലീസുകാരാണ്. പോലീസുകാരുടെ ജോലി സമയം എത്രയെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. നിശ്ചിത സമയത്ത് മാത്രമല്ല, സമയമില്ലാത്ത സമയത്തും അസമയത്തുമൊക്കെ ഇവർ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. ഏത് സമയത്ത് വേണമെങ്കിലും സ്ഥലം മാറ്റം കിട്ടാം, ഏത് കാലം കയറാൻ മൂലയിലേക്കും മാറ്റാം, പലതരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വിധേയരാകാം. മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾക്ക് ഈ പാവങ്ങൾ പലപ്പോഴും പഴി കേൾക്കേണ്ടതായിട്ട് വരും. ഇവർക്ക് എല്ലാവർക്കും കൊട്ടാവുന്ന ചേണ്ടയാണ് പോലീസുകാർ. ശബരിമലയിലാണെങ്കിലും ശരിയാണ്, തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും ശരിയാണ്, അർത്തുങ്കൽ പെരുന്നാളിനാണെങ്കിലും ശരിയാണ്. കണ്ണ് ചിമ്മാതെ ഡ്യൂട്ടി എടുക്കുന്നവരാണ് പോലീസുകാർ. ഒരു പോലീസുകാരൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ വലിയ ദുരന്തമായിരിക്കും അവിടെ സംഭവിക്കുക. അപ്പോൾ ഇത്രയും സ്തുത്യർഹമായ രീതിയിൽ ജോലി ചെയ്യുകയും അതിനുശേഷം പലതരത്തിലുള്ള പഴി കേൾക്കേണ്ടവരെയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ. നമുക്കറിയാലോ, പോലീസുകാരെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചൊക്കെ ആളുകൾ എപ്പോഴും കഥയും കവിതയും ഉപന്യാസവും എഴുതുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആവർത്തിക്കുകയാണ്. പോലീസുകാർ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കാൾ എത്രയോ അധികമാണ് പോലീസുകാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനം. ഇപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കുന്നതിന് നന്നായിട്ട് അധ്വാനിച്ച പോലീസുകാർക്ക് എല്ലാവർക്കും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ നമ്മുടെ പിണറായി മഹാരാജാവ് തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്ത ഒരുപാട് പോലീസുകാർ ഇവിടെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലേണ്ടി വന്നവരുണ്ട്. ഈ തല്ലേണ്ടി വന്നതുകൊണ്ട് തല്ലിയതാണ്. കാരണം തല്ലിയില്ലെങ്കിൽ ഇവർക്ക് സസ്പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ ഇവർക്ക് തല്ലുകൊടുക്കും. അതുകൊണ്ടാണ് തല്ലിയത്. പോലീസുകാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോടോ കെ എസ് യുക്കാരോടോ പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമുണ്ടായതുകൊണ്ടല്ല. തല്ല് അവരുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തല്ലിയതാണ്. തല്ലിയില്ലെങ്കിൽ അവരെ തല്ലാനായിട്ട് വേറെ കുറുവടി സൈന്യം അപ്പുറത്ത് കാത്തു നിൽപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് പോലീസുകാർ ചെയ്തു പോയതാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നവകേരള സദസ്സ് വിജയിപ്പിക്കുന്നതിന് പോലീസ് മേധാവി തൊട്ട് ഇങ്ങോട്ട് സിവിൽ പോലീസ് ഓഫീസർ വരെ ഒരുപാട് പേര് അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സദസ്സ് വൻ വിജയമായിട്ട് മാറിയത്. സദസ്സ് വൻ വിജയമായില്ല എന്ന അഭിപ്രായമുള്ളവർ പോലും പോലീസുകാരുടെ ഈ നിഷ്കാമ കർമ്മത്തെ അംഗീകരിക്കുന്നവരാണ്. ഏതായാലും പോലീസ് നന്നായിട്ട് ജാഗ്രത പുലർത്തി. അതുകൊണ്ട് സംഘടനം നന്നായിട്ട് നടന്നു, പരിപാടി വിജയിച്ചു. അപ്പോൾ ഈ പോലീസുകാർക്ക് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ വിജയൻ സഖാവ് തീരുമാനിച്ച് ഏതായാലും നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം മറ്റൊരു സ്ഥലത്തും ഇവർക്ക് ഈ രീതിയിലൊരു അംഗീകാരം കിട്ടുകയില്ല. കള്ളന്മാരെ പിടിച്ചാലോ, അല്ലെങ്കിൽ കൊലപാതകളെ പിടിച്ചാലോ, ബലാത്സംഗ കേസിലെ പ്രതികളെ തെളിവോടുകൂടി അറസ്റ്റ് ചെയ്താലോ ഒന്നും പോലീസുകാർക്ക് ഒരിക്കലും അർഹിക്കുന്ന അംഗീകാരം കിട്ടുകയില്ല. തൃശ്ശൂർ പൂരത്തിന് വളരെ ഗംഭീരമായിട്ട് ജോലി ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പോലീസുകാരന് ഒരു ഗുഡ് സർവീസ് സെൻറ്ററിൽ കിട്ടാറില്ല. ശബരിമലയുടെ കാര്യത്തിലും സ്ഥിതി അത് തന്നെ. ഭീമാപ്പള്ളി ഉറൂസായാലും ശരിയാണ്, അർത്തുങ്കൽ പെരുന്നാളായാലും ശരിയാണ്, കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അന്ന് സസ്പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ സ്ഥലമാറ്റം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടു നടപ്പ് എന്നുള്ളതുകൊണ്ട് ഈ വേളയിലെങ്കിലും ഇവരെ അംഗീകരിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ വിജയൻ സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ പോലീസുകാരെ മാത്രം അഭിനന്ദിച്ചാൽ പോരാ. ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാ പോലീസുകാർക്കും ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയവർക്ക് ഒരു ക്യാഷ് അവാർഡ് കൂടി കൊടുക്കേണ്ടതാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഒരുപാട് പേരെ തല പൊളിയാൻ അവസരം കിട്ടിയത്. അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. വില്ലേജ് ഓഫീസർ മുതൽക്ക് അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റൻറ്റ് മുതൽക്ക് ജില്ലാ കളക്ടർ വരെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ആണ് ഈ പരിപാടി വിജയിപ്പിച്ചത്. അവർക്കും എന്തെങ്കിലും ഗുഡ് സർവീസ് സെൻറ്ററിനോ ക്യാഷ് അവാർഡോ ഇൻക്രിമെൻറ്റോ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ മറ്റേ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിക്കാരുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓരോ സ്ഥലത്തും കേൾക്കാനും നിർത്തുമ്പോൾ കൈയടിക്കാനും വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടത്തി ഈ പാവങ്ങളെ മറക്കാൻ പാടില്ല. അതുപോലെ പാർട്ടിയിലെ ഒരുപാട് സഖാക്കൾ ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, ഇടത്തരം നേതാക്കളുണ്ട്, ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട്, ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്. ഇവരെല്ലാവരും ശ്രമം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഓർഡർ ഓഫ് ലെനിൻ്റെ മാതൃകയിൽ ഒരു ഓർഡർ ഓഫ് വിജയൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് അഭിപ്രായമുണ്ട്.
പിന്നെ SFIക്കാരും DYFIക്കാരുമായ സമരഭടന്മാർ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടെത്തുകയും അവരുടെ തലക്കിട്ടടിക്കുകയും മുതിർന്ന കോൺഗ്രസ്സുകാരുടെ വീടാക്രമിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് വീരസഖാക്കളുണ്ട്. അവർക്ക് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇവർക്ക് മുൻഗണന നൽകണം. അതുപോലെ ഈ സഹകരണ ബാങ്കിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തല്ലുകാരായ സഖാക്കൾക്ക് പാർട്ടി മുൻഗണന നൽകണം. അങ്ങനെ ഇവർക്ക് ഭാവി സുശോഭനമാക്കി കൊടുക്കണം. ഇതാണ് എൻ്റെ ഒരു എളിയ ശുപാർശ. പോലീസുകാരുടെ ഗുഡ് സർവീസ് സെൻ്ററിൽ നിന്ന് പോരുത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും. പിന്നെ ഇതിന് എന്താണ് കൈ അയഞ്ഞ് സഹായം ചെയ്ത സംഭാവന കൊടുത്ത ആളുകളുണ്ട്, പാറമടക്കാരുണ്ട്, അതുപോലെ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളുകളുണ്ട്, വിഹിതമായിട്ടും അവിഹിതമായിട്ടും പണം ഉണ്ടാക്കി വേറെ ഒരുപാട് മുതലാളിമാരും ഈ സാധുക്കളോട് കരുണയുള്ളവരുമായ ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അവർ ചെയ്ത ഉപകാരത്തിൻ്റെ തോതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് പ്രത്യുപകാരം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ നവകേരള സദസ്സ് ഉയർത്തിയ ആ ഒരു സന്ദേശം ആ ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തുകയുള്ളൂ. അപ്പോൾ നവകേരള സദസ്സിനെ പൊളിക്കാൻ ശ്രമിച്ചവർക്ക് തലവഴി അടി കിട്ടി. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ഗുഡ് സർവീസ് സെൻ്റർ, ക്യാഷ് അവാർഡ്, ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, അങ്ങനെ പലതും കിട്ടി എന്ന് വരണം. എന്നാലേ ഇതിന് ശരിക്കും ഫലമുണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത നവകേരള സദസ്സ് നടക്കുമ്പോൾ ഒരാൾക്ക് പ്രതിഷേധിക്കാൻ ധൈര്യം വരണം. അതുപോലെ സഹായിക്കാനായിട്ട് ഓരോ ഉദ്യോഗസ്ഥനും പ്രത്യേകമായൊരു ഉത്തേജനം ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും ഈ നവകേരള സദസ്സിൻ്റെ ഇനി 2 ദിവസം പരിപാടി എറണാകുളം ജില്ലയിൽ ബാക്കിയുണ്ട്. അതും വമ്പിച്ച് വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ വിജയൻ സഖാവിന് ഇനിയും കൂടുതൽ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബാക്കി മറ്റൊരു അവസരത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.